നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5-ലെ ഡിവിഡൻഡ് ഡെസിഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിവിഡൻഡ്, ഇനി ഏതൊക്കെ ടൈപ്സ് ഡിവിഡൻഡ് ഉണ്ട്, ഈ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡർ വൈൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഡിവിഡൻഡ്, പിന്നെ കുറച്ച് തിയറീസ് ഉണ്ട്, ഡിവിഡൻഡിൻ്റെ കുറച്ച് തിയറീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് യു മീൻ ബൈ ഡിവിഡൻഡ്. എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ റിസർവ്സ് നിന്ന് മാറ്റി വെച്ചൊരു പോർഷനാണ്. ഇത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ ഡിവിഡൻഡ്? ഡിവിഡൻഡ് ഈസ് എ പോർഷൻ ഓഫ് കമ്പനീസ് പ്രോഫിറ്റ് ഓർ റിസർവ്സ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിവിഡൻഡ്. ആക്ച്വലി നമ്മൾ ബാങ്കിൽ പൈസ ഇടുകയാണ്. അങ്ങനെ ബാങ്കിൽ പൈസ ഇട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്, റെൻറ്റിന് കൊടുക്കുകയാണ്, നമുക്ക് എന്ത് കിട്ടും? റെൻറ്റ് കിട്ടും. അതേപോലെ നമ്മളൊരു കമ്പനിയിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിട്ടേൺ കിട്ടുന്നതാണ് എന്ത്? ഡിവിഡൻഡ്. അപ്പം ഡിവിഡൻഡ് ആക്ട് ആസ് എ റിവാർഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് അവർക്ക് റിവാർഡായിട്ട് കിട്ടുന്ന എമൗണ്ടാണ് എന്ത്? ഇവിടുത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻസ് ആർ ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഹൂ ഈസ് എ ബോർഡ് ഓഫ് ഡയറക്ടർ? ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിലെ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്നത്. സോ അങ്ങനെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്, അവരുടെ ജനറൽ മീറ്റിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ ഡിവിഡൻഡ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിവിഡൻഡ് ഷോസ് എ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. കാര്യം ഒരു കമ്പനിക്ക് നല്ല ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ഡെവലപ്മെൻറ്റായിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ അത്തരം കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കാതെ ആ എമൗണ്ടിനെ റീറ്റൈൻഡ് ഏർണിങ്സ് ചെയ്യുക, അല്ലെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലക്കിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ട് കൊടുക്കാതെ ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റീറ്റൈൻ ചെയ്യും, ബിസിനസ്സിനകത്ത് റീറ്റൈൻ ചെയ്യും ഫോർ ദ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ ഡിവിഡൻഡ് എന്ത് കാണിക്കുന്നു? ഡിവിഡൻഡ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് കാണിക്കുന്നു, ആസ് വെൽ ആസ് ദ പ്രോഫിറ്റബിലിറ്റി, ആ പ്രോഫിറ്റബിലിറ്റിയും കാണിക്കുന്നു. ഇനി ഡെഫിനിഷൻ ഓഫ് എ ഡിവിഡൻഡ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Dividend is that portion of profit of a company which is distributed among its shareholders. ഷെയർഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഓഫ് പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിവിഡൻഡ്. അപ്പോൾ അത് ആടുന്ന ഡെഫിനേഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAIയുടെ ഡെഫിനേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിവിഡൻഡ് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി? ഒരു ബിസിനസ്സിൻ്റെ ഡിവിഡൻഡ് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമ്പർ 1 എന്ന് പറയുന്നത് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നു. ഇപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് നമ്മൾ മാക്സിമം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മാക്സിമം പേ ഔട്ടായിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നു, അവർ ആ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യും. നമ്പർ 2, സിഗ്നൽ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഏതൊരു കമ്പനിയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനി മാത്രമേ ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ. സോ ഇപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് റെഗുലർലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ കമ്പനി ഹാവ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. ഇപ്പോൾ നമ്മളൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ കമ്പനിയിൽ റെഗുലറായിട്ട് എനിക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എൻ്റെ ആ കമ്പനിയിലുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും വാങ്ങിക്കും. ബിക്കോസ് ഞാൻ എന്താണ്? ആ കമ്പനി റിലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് അട്രാക്ട് ന്യൂ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരു കമ്പനി, ഏതൊരു കമ്പനിയാണോ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത്തരം കമ്പനീസിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് വരും. നെക്സ്റ്റ്, ബാലൻസ്ഡ് റീറ്റേൺഡ് ഏർണിങ്സ് ആൻഡ് പേ ഔട്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, നമ്മൾ എത്ര എമൗണ്ട് പേ ഔട്ട് ചെയ്യണം, എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം.
ചില കേസ് നമ്മൾ 100% നമ്മൾ റീറ്റെയിൻ ചെയ്യാം. കാര്യം നമ്മുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 100% റീറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ് 3M. നമുക്ക് 3Mൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ 3M ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ കമ്പനി ഇന്നേ വരെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേ വരെ ഒരു നയ പൈസ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. കമ്പനി എത്ര പ്രോഫിറ്റ് കിട്ടുന്നു, ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റാണ് ഓരോ വർഷം ഉണ്ടാക്കുന്നത്. ഈ പ്രോഫിറ്റ് എല്ലാം തിരിച്ച് കമ്പനിയിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. പക്ഷേ ആ കമ്പനിയുടെ ഷെയർസിൻ്റെ വില ഏകദേശം 30,000 എബോ 30,000 കൂടുതൽ എന്തുണ്ട് കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് ആ കമ്പനി നമുക്കറിയാം 3Mൻ്റെ പശ, 3Mൻ്റെ സെല്ലോ ടേപ്പ് നല്ല ഫേമസ് കമ്പനിയാണ്. 3Mൻ്റെ ഹാൻഡ് വാഷ് അതൊക്കെ ഫേമസ് ആണ്. പിന്നെ കൂളിംഗ് ഫിലിം നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് 3M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിങ്സും ഒരു പേ ഔട്ട്സും നമുക്ക് എടുക്കാനായിട്ട്, ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ്. നമുക്ക് പ്രധാനമായിട്ട് 4 ടൈപ്സ് ഡിവിഡൻഡ് ഉണ്ട്. ഒന്ന് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. എന്താണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കമ്പനി ഈ ഡിവിഡൻഡ് പോളിസി എടുക്കുന്ന ഇത്തരം കമ്പനീസിൽ റെഗുലറായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. അതായത് റെഗുലർ ആൻഡ് കൺസിസ്റ്റൻ്റ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻ ഏർണിങ്സിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് പ്രശ്നമില്ലാതെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാത്രമല്ല റെഗുലറായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു നല്ലൊരു പുതിയ പ്രൊജക്റ്റ് കിട്ടി, ഒരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഈ ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യില്ല, അത് മുഴുവൻ എടുത്ത് ഡിവിഡൻഡ് കൊടുക്കില്ല. ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് ഒരു ഫീസിബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ബിക്കോസ് അങ്ങനെ കൊടുക്കാതിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത വർഷം ചിലപ്പോൾ ഇന്ന് പ്രൊജക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അടുത്ത വർഷം എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എമൗണ്ടേ ആ പ്രാവശ്യം കൊടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് കമ്പയർ ചെയ്യുന്നത് തൊട്ട് മുന്നേ ഉള്ള വർഷം ഡിവിഡൻഡ് കിട്ടിയതും ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടിയതും എത്രയെന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2024 അല്ലെങ്കിൽ 2023 2023 എനിക്ക് ഒരു ഷെയറിന് 100 റുപ്പീസാണ് ഡിവിഡൻഡായിട്ട് കിട്ടിയത്. ഓക്കെ, ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ഈ ഹ്യൂജ് പ്രോഫിറ്റ് മുഴുവൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് 100 റുപ്പീസ് കിട്ടി. ഇനി 2024 ആയപ്പോൾ ആ വർഷം അങ്ങനെ പ്രത്യേകിച്ച് പ്രൊജക്റ്റ് ഒന്നും കിട്ടിയില്ല. ഒരു നോർമൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ₹25 ആണ് ഡിവിഡൻഡായിട്ട് കിട്ടിയത്. അപ്പോൾ കമ്പയർ ചെയ്യുക, കഴിഞ്ഞ വർഷം ഒരു പ്രൊജക്റ്റ് കിട്ടിയോണ്ട് ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ ഹ്യൂജ് ഡിവിഡൻഡ് കിട്ടി. ദാറ്റ് മീൻസ് 100 റുപ്പീസ്. ഈ വർഷം എത്രയേ ഉള്ളൂ, 25 റുപ്പീസേ ഉള്ളൂ. ദാറ്റ് മീൻസ് അവർ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം 100 കിട്ടി, ഈ വർഷം 25 ഉള്ളൂ. അതായത് ഡിവിഡൻഡ് കുറവാണ്, കമ്പനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാർ കമ്പനിയുടെ ഷെയർസ് വിറ്റ് പോകാനുള്ള അല്ലെങ്കിൽ കമ്പനി വിറ്റ് കളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരിക്കലും അത്രയും എമൗണ്ട് ഡിവിഡൻഡായിട്ട് കൊടുക്കില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺസിസ്റ്റൻ്റ് എമൗണ്ട് മാത്രം എന്ത് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു. അത് നമ്മുടെ ഏർണിങ്സിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രശ്നം വരത്തില്ല. അപ്പം എന്താണ് ഫസ്റ്റ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ഇൻ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ദ കമ്പനി പ്രൊവൈഡ് റെഗുലർ ആൻഡ് കൺസിസ്റ്റൻ്റ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ ദ ഏർണിങ്സിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡിവിഡൻഡ് പോളിസി സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നു. നമ്പർ 2 കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ. ഇതൊരു ഇക്വിറ്റി ഷെയർസിൻ്റെ അപവാദമാണ് ഈ കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ. കാര്യം നമുക്ക് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ മുഴുവൻ അവകാശം ആരാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. പക്ഷേ ഇത്തരം ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന കമ്പനി എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി വയ്ക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റിൻ്റെ 50% നമ്മൾ എന്ത് ഡിവിഡൻഡ് കൊടുക്കുന്നു, 50% റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടിയാലും ആ പ്രോഫിറ്റിൻ്റെ 50% റീറ്റെയിൻ ചെയ്യുന്നു, 50% ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫിക്സഡ് പെർസെൻറ്റേജ് ഏർണിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു 1 lakh റുപ്പീസ് കിട്ടി, എനിക്ക് എന്ത് ചെയ്യാം, 50% എന്ത് ചെയ്യാം, ഡിവിഡൻഡ് കൊടുക്കാം, 50% എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ 50,000 എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും, 50,000 നമ്മൾ ഞാൻ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് ഞാൻ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് പോളിസി വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻ്റ് പേ ഔട്ട് റേഷ്യോ. ഇനി തേർഡ് വൺ റെസിജ്വൽ പേ ഔട്ട് റേഷ്യോ. റെസിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെന്താണ്, ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഫ്രം ലെഫ്റ്റ്
ലെഫ്റ്റ് ഓവർ ഏണിങ്സ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സും എല്ലാ റിക്വയർമെൻറ്റും കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് പോളിസിയെ വിളിക്കുന്ന പേരാണ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി. നെക്സ്റ്റ് വൺ, ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. റെസിജ്വൽ ഡിവിഡൻഡ് പോളിസിയിൽ കമ്പനി ആദ്യം എന്ത് ചെയ്യും, കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം, ആ പ്രോഫിറ്റ് ഒന്ന് കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കാനുള്ള എമൗണ്ട് എല്ലാം കൊടുത്തു തീർത്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരം ഡിവിഡൻഡ് ഡിസിഷൻ ഡിവിഡൻഡ് പോളിസിയാണ് ഇത് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി. തേർഡ് എന്ന് പറയുന്നത് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. എന്താണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ദ കമ്പനി ഡസ് നോട്ട് ഹാവ് എനി റെഗുലർ പാറ്റേൺ ഓഫ് ഡിവിഡൻഡ്. അതായത് ഒരു വർഷം എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും, ഒരു വർഷം ഡിവിഡൻഡ് കൊടുക്കൂല, അല്ലെങ്കിൽ 2-3 വർഷം ഡിവിഡൻഡ് കൊടുക്കൂല, അല്ലെങ്കിൽ ഒരു 3-4 വർഷം കണ്ടിന്യൂസ് ഡിവിഡൻഡ് കൊടുക്കും. അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാത്ത, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അല്ലാത്ത, ഒരു പാറ്റേൺ അല്ലാത്ത ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയെ വിളിക്കുന്ന, അവർ ഫോളോ ചെയ്യുന്ന ഡിവിഡൻഡ് പോളിസിയാണ് ഇത് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഇവിടെ നോ ഫിക്സഡ് പാറ്റേൺ ആണ്, ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ പാറ്റേൺ ഇല്ല. ബട്ട് പെയ്ഡ് വെൻ ദ കമ്പനി ഫീൽ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. കമ്പനി പ്രോഫിറ്റബിൾ ആവുന്ന ആ ഒരു സമയത്ത് മാത്രം കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. സോ അത്തരം ഡിവിഡൻഡ് പോളിസിയെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ 4 ഡിവിഡൻഡ് പോളിസി ഉണ്ട്. 1 സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ഇറഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു. നമ്പർ 2 കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ, അതായത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നോ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 70-30, അതായത് ഇപ്പം ഈ പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റിൻ്റെ 70% ഞാൻ എന്ത് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു, 30% ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ പ്ലഗ് ബാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ റീറ്റേൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് പോളിസിയെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പോളിസി. നെക്സ്റ്റ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി. ദ നെക്സ്റ്റ് വൺ ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. ഇറഗുലർ ഡിവിഡൻഡ് പോളിസി പറഞ്ഞു, അവിടെ എന്തില്ല, ഒരു ഫിക്സഡ് പാറ്റേൺ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ തോന്നിയാൽ കൊടുക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഇവിടെ ഡിവിഡൻഡ് എങ്ങനെയൊക്കെയാണ് ഡിവിഡൻഡ് അവ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ക്യാഷ് ഡിവിഡൻഡ്. അതായത് എല്ലാ വർഷവും ക്യാഷായിട്ട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് പേയ്മെൻറ്റ് മെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. നമ്മൾ ഒരു ഡിവിഡൻഡ് സാധാരണ കമ്പനീസ് ചെയ്യുന്ന ക്വാർട്ടർലിയാണ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ 4 ക്വാർട്ടറുണ്ട്. അപ്പോൾ ഈ 4 ക്വാർട്ടറിലും ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് എമൗണ്ടായിട്ട് എന്ത് ചെയ്യും, ഡിവിഡൻഡ് തരും. അല്ലെങ്കിൽ ചില കമ്പനീസ് ഇയർലി ആയിരിക്കും തരുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. സോ അങ്ങനെ ക്യാഷായിട്ട് നമുക്ക് ഡിവിഡൻഡ് പേ ചെയ്യുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിവിഡൻഡ്. അതായത് പ്രോഫിറ്റബിൾ ആൻഡ് മെച്യൂർ കമ്പനീസാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷെയറിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിൽ ഒരു ഷെയറിന് 5 per share. അപ്പോൾ 5 rupees ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഇറ്റ് റെഡ്യൂസ് ദ ക്യാഷ് റിസോഴ്സ്, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുന്നു. ബട്ട് ഇൻക്രീസ് ദ ഇൻവെസ്റ്റർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് റിസോഴ്സ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. നെക്സ്റ്റ് ടാക്സേഷൻ. ഇത് സബ്ജക്റ്റ് ടു ഇൻഡിവിജ്വൽ ടാക്സ് ആസ് പെർ ദ ഇൻകം ടാക്സ് പ്രൊവിഷൻ. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് ടാക്സ് എന്ത് ചെയ്യും, സബ്ജക്റ്റ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഡിവിഡൻഡിന് കമ്പനി എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ദിസ് ഈസ് ദ ക്യാഷ് ഡിവിഡൻഡ്. സെക്കൻഡ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറയും. അതായത് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഇവിടെ കമ്പനിയുടെ ഷെയർ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് അഡീഷണൽ ഷെയർസ് ആർ ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അവിടെ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു 5:1 എന്ന റേഷ്യോ എടുക്കുന്നു. അതായത് 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 1 ഷെയർ കിട്ടും. അപ്പം ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി 1:5, അതായത് ബോണസ് മീൻസ് 1 ന്യൂ ഷെയർ ഫോർ എവറി 5 ഹെൽഡ് ഷെയർ. അതായത് 5 ഷെയർ ഹെൽഡ് ചെയ്യുന്ന, പഴയ കമ്പനിയിൽ 5 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ഒരാൾക്ക് ആ കമ്പനിയുടെ തന്നെ 1 ഷെയർ എന്ത് ചെയ്യും, ബോണസ് ആയിട്ട് കൊടുക്കും. സോ അവിടെ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്ന ഡിവിഡൻഡ്, പകരം ആ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഷെയർസ് ആയിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഡിവിഡൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റോക്ക് ഡിവിഡൻഡ്. അവിടെ എന്താവുന്ന ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ റിമൈൻ സെയിം ഇനിഷ്യലി. ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും.
ഇൻക്രീസ് ലിക്വിഡിറ്റി ഓഫ് ഷെയർസ് ഇൻ ദ മാർക്കറ്റിൽ നമ്മുടെ ഷെയർസിൻ്റെ ലിക്വിഡിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പുതിയ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യല്ലേ, അപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഷെയർ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഡസ് നോട്ട് അഫക്റ്റ് ദ ക്യാഷ് പൊസിഷൻ ഓഫ് ദ കമ്പനി. ഇവിടെ കമ്പനിയുടെ ക്യാഷ് പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. എന്താണ് കാര്യം ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, ഡിവിഡൻ്റായിട്ട് നമ്മുടെ എന്താണ് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷിനെ എന്ത് ചെയ്യുന്നില്ല, ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. സാധാരണ ഒരു കൺസേർവ് ക്യാഷ് ആൻഡ് ക്യാഷിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള കമ്പനീസാണ് ഇത്തരം ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. 3 പ്രോപ്പർട്ടി, തേർഡ് വൺ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. അതായത് നോൺ ക്യാഷ് അസറ്റായിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് നോൺ ക്യാഷ് അസറ്റായിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിട്ടോ റിയൽ എസ്റ്റേറ്റ് ആയിട്ടോ ഷെയർസോ സബ്സിഡറി ആയിട്ടോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ ഒരു വാച്ച് കമ്പനിയാണ്, അപ്പോൾ അവിടെ ഷെയർ ഹോൾഡേഴ്സുള്ള എല്ലാവർക്കും ഓരോ വാച്ച് എന്ത് ചെയ്യുന്നു, ഈ വർഷം ഡിവിഡൻഡിന് പകരം എല്ലാവർക്കും ഒരു വാച്ച് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് കൊടുത്തില്ല, ക്യാഷ് കൊടുത്തില്ല, പകരം വാച്ചാണ് കൊടുത്തത്. സോ ഇവിടെ പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റാണ് ഡിവിഡൻ്റായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇത്തരം ഡിവിഡൻഡിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഷെയർസ് ഓഫ് സബ്സിഡറി കമ്പനി. എനിക്കൊരു സബ്സിഡറി കമ്പനിയിൽ ഷെയർസ് ഉണ്ടെങ്കിൽ ആ സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് എനിക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഡിവിഡൻ്റായിട്ട് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ കമ്പനി പ്രിഫർ ടു ഡിസ്ട്രിബ്യൂട്ട് നോൺ ക്യാഷ് അസറ്റ്. കമ്പനിക്ക് നോൺ ക്യാഷ് അസറ്റ് ഡിസ്ട്രിബ്യൂട്ടിന് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രോപ്പർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ഈ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഒരിക്കലും ബോണസ് ഷെയർ അല്ല. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസറി നോട്ട് ഒരു കമ്പനി എന്ത് ചെയ്യുകയാണെങ്കിൽ ഡിവിഡൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. എന്താ പ്രോമിസറി നോട്ട്, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടും. അങ്ങനെ ഫ്യൂച്ചർ ഡേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കീപ്പ് ചെയ്യാം. ഒരു ഫ്യൂച്ചർ ഡേറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടും. അങ്ങനെയുള്ള ഡിവിഡൻഡ് വിളിക്കുന്ന പേരാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. വായിച്ചു വയ്ക്കുന്ന ഡെഫിനേഷൻ പറഞ്ഞേക്കണേ, എ കമ്പനി ഇഷ്യൂ പ്രോമിസറി നോട്ട് ടു പേ ഡിവിഡൻഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ഒരു ലേറ്റർ ഡേറ്റിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാനുണ്ട്. ആ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രോമിസറി നോട്ട് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യുക. പ്രോമിസറി നോട്ട് പറഞ്ഞിരിക്കും എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യാം, ഇന്ന ഡേറ്റിൽ ഇന്ന ദിവസം ഞാൻ എന്ത് ചെയ്യാം, പൈസ തന്നുകൊള്ളാമെന്നും പറഞ്ഞ് കമ്പനി എന്ത് ചെയ്യും, എനിക്കൊരു പ്രോമിസറി നോട്ട് തരും. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് വെച്ചിട്ട് ഞാൻ ഡേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ആ കമ്പനി ഡിവിഡൻഡ്, ഇതുള്ള അരിയേഴ്സ് ആയിട്ടുള്ള ഡിവിഡൻഡ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അത്തരം ഡിവിഡൻഡ് വിളിക്കുന്നവരാണ് എന്ത്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അതായത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഉള്ള കമ്പനീസാണ് ഈ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഒരു ഫ്യൂച്ചർ പീരീഡിൽ ക്യാഷ് കിട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള കമ്പനീസാണ് ഈ പറയുന്ന സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഫോളോ ചെയ്യുന്നത്. കാര്യം അപ്പോൾ അത്തരം കമ്പനീസിന് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് കൊടുത്താൽ മതി. അതുവരെ പ്രോമിസറി നോട്ട് എന്ത് ചെയ്യും, അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഷെയർ ഹോൾഡറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റർ ഡേറ്റിൽ എന്ത് ചെയ്യാം, ഈ ഡിവിഡൻഡ് ക്യാഷ് ആക്കി മാറ്റാം. ഇറ്റ് ക്യാൻ ബി എൻകാഷ്ഡ് ലേറ്റർ. ഒരു ലേറ്റർ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിവിഡൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആക്കി മാറ്റാം. ഓക്കെ, ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് ഡിവിഡൻഡിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അതായത് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, വൈൻഡപ്പ് ആകുമ്പോഴോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യുക, വിറ്റ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പാങ്ങില്ല, ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ അത്തരം കമ്പനീസ് കമ്പനിയുടെ ക്യാപിറ്റൽ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് വിറ്റുകൊണ്ടോ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് വിളിക്കുന്നവർ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡ് പെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ സെയിൽ ഓഫ് അസറ്റ് നോട്ട് ഫ്രം പ്രോഫിറ്റ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്നു എമൗണ്ട്, മാത്രമല്ല കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് വിറ്റുകൊണ്ട് എമൗണ്ട് എടുത്തുകൊണ്ട് ഈ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, കൊടുത്തു തീർക്കുന്നു. അത്തരം ഡിവിഡൻഡ് വിളിക്കുന്ന പേരാണ് എന്ത്, ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. സാധാരണയായിട്ട് ഇത്തരം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയുണ്ട്. കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ. സോ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഫസ്റ്റ് പറഞ്ഞു ക്യാഷ് ഡിവിഡൻഡ്, ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് എടുക്കുന്ന മെത്തഡാണ് ഇത് ക്യാഷ് ഡിവിഡൻഡ്. 2 സ്റ്റോക്ക് ഡിവിഡൻഡ്. ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കറണ്ട് വർക്കിംഗ് കമ്പനീസിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ
ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഡിവിഡൻ്റാണ് ഏത്? സ്റ്റോക്ക് ഡിവിഡൻഡ്. ഇനി പ്രോപ്പർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസോ അല്ലെങ്കിൽ ക്യാഷോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നോൺ ക്യാഷ് അസറ്റായിട്ടാണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോപ്പർട്ടി ഡിവിഡൻഡ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അതായത് ഒരു പ്രോമിസറി നോട്ട് ഡിവിഡൻഡിന് പകരം ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അപ്പം എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യും, ഈ എമൗണ്ട് തന്നുകൊള്ളാം എന്നുള്ള എഗ്രിമെൻ്റാണ് ഇത് പ്രോമിസറി നോട്ട്. സോ ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അപ്പോൾ ഈ പ്രോമിസറി കിട്ടിയ ആൾക്ക് എന്താ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് കാണും, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കാണും. മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യാം, ഈ നോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പൈസ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇത് ക്യാൻ എൻകാഷ്ലേറ്റ്, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ പൈസ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ? ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? നമ്മൾ പറഞ്ഞു എത്ര എമൗണ്ട് റീറ്റേൺ ചെയ്യണം, എത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷനാണ് ഇത് ഡിവിഡൻഡ് ഡിസിഷൻ. സോ ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ there are many factors you have to consider while determining the dividend decision. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ് ആണ്. അതായത് ഒരു കമ്പനിക്ക് if a company with stable and predictable earnings are more likely to declare regular dividend. ഒരു കമ്പനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത്തരം കമ്പനിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. അതായത് ഇപ്പോൾ കമ്പനിക്ക് വോളറ്റൈൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ട്, ഒരു വർഷം പ്രോഫിറ്റ് ഇല്ല, അങ്ങനെ വോളറ്റൈൽ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് പ്രിഫർ ചെയ്യണം, ലോവർ അല്ലെങ്കിൽ ഇറഗുലർ ഡിവിഡൻഡ് പേ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസാണ് ഏത് FMCG കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ FMCG കമ്പനീസ് വിത്ത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ടെൻ ടു ഓഫർ സ്റ്റേബിൾ ഡിവിഡൻഡ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിമാൻഡുള്ള FMCG പ്രോഡക്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നല്ല എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലിക്വിഡിറ്റി പൊസിഷൻ. ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യാനായിട്ട്, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കാൻ നേരത്ത്. ഒന്ന് എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ അവൈലബിലിറ്റി ഓഫ് ആഡിക്വേറ്റ് ക്യാഷ് ഓർ ലിക്വിഡ് അസറ്റ് ഈസ് നെസസറി ഫോർ പേയിങ് ഡിവിഡൻഡ്. ഒരു കമ്പനിയിൽ നമ്മുടെ നെസസറി ക്യാഷോ അല്ലെങ്കിൽ നെസസറി പേ ഓഫ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ലിക്വിഡിറ്റി ക്യാഷ് ആൻഡ് ലിക്വിഡ് അസറ്റ് ഈസ് നെസസറി ഫോർ പേയിങ് ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് ലിക്വിഡ് ക്യാഷും ലിക്വിഡ് അസറ്റും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇഫ് ഈവൻ ദ കമ്പനി ഏൺ പ്രോഫിറ്റ്, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ക്യാൻ റെസ്ട്രിക്ട് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. ഇപ്പോൾ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ആ സ്റ്റെബിലിറ്റിയിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് ഏൺ ചെയ്യത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ് ഡിവിഡൻഡ് റിക്വയർ ആക്ച്വൽ ഫണ്ട്. അതായത് പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും എന്തായിരിക്കില്ല, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ് ഡിവിഡൻഡ്. പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ മുഴുവൻ എമൗണ്ട് എടുത്ത് നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാറില്ല. നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കയ്യിൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കയ്യിൽ ക്യാഷ്, ഫിസിക്കലായിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമല്ല, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും, നെറ്റ് പ്രോഫിറ്റ് കൂടും. നെറ്റ് പ്രോഫിറ്റ് കൂടുമ്പം നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ എമൗണ്ട് എന്ത് ചെയ്യും, കൂടും. എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടോ, ഇല്ല. ആ പ്രോഫിറ്റ് കൂടാൻ കഴിയും എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്പെൻസ് എന്താണ്, നമ്മുടെ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം കൂടുകയാണ്. ഇൻകം കൂടും, എക്സ്പെൻസ് കുറവാണെങ്കിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ് ഡിവിഡൻഡ്, നോട്ട് ഈക്വൽ ടു ക്യാഷ്. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തല്ല, ക്യാഷിനായിട്ട് ഈക്വൽ അല്ല. അതായത് ഡിവിഡൻഡ് റിക്വേഴ്സ് ആക്ച്വൽ ഫണ്ട്. ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം, ആക്ച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. കമ്പനിയിൽ പ്രോഫിറ്റ് ആണോ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഒരു കമ്പനി ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ അത്തരം കമ്പനീസ് അവർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാതെ
ആ കമ്പനി അവരുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും. സോ ദ കമ്പനി വിത്ത് ഹൈ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് യൂഷ്വലി റീടൈൻ പ്രോഫിറ്റ് ഫോർ റീഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഫേം വിത്ത് ലിമിറ്റഡ് എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഒരു ബിസിനസ്സിന് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയോ ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി, അവർ ഹയർ എമൗണ്ട് എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. അതായത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും, ഏത് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവർ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ റെഗുലർ ഡിവിഡൻഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഇഫ് ദ മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ റെഗുലർ ഇൻകം, ദ കമ്പനി മേ ഫോളോ ദ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. അപ്പം അവിടുത്തെ ഉള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സും റെഗുലർ ഇൻകമാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ അപ്പം ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, റെഗുലർ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസിയിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ്, അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഓഫൺ ഫേവർ കൺസിസ്റ്റൻറ്റ് റിട്ടേൺ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നതിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ലീഗൽ റെസ്ട്രിക്ഷൻസ്. അതായത് നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അതർ റെഗുലേഷനിൽ പറയുന്നുണ്ട്, സ്ട്രിക്റ്റ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് ക്യാപിറ്റൽ നിരത്ത് കൊടുക്കാൻ പാടില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ. അതായത് കമ്പനീസ് ആക്ട് ആൻഡ് അതർ റെഗുലേഷൻ റെസ്ട്രിക്ട് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മൾ 10 കോടി കളക്ട് ചെയ്തു, പെട്ടെന്ന് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പ്രോഫിറ്റ് ഇല്ല, ആ 10 കോടിയിൽ നിന്ന് 1 കോടി എടുത്ത് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ, ക്യാപിറ്റലിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിവിഡൻഡ് ക്യാൻ ഓൺലി പെയ്ഡ് ഫ്രോം, നമുക്ക് ഡിവിഡൻഡ് എവിടെ നിന്നൊക്കെ എടുത്ത് എമൗണ്ട് പേ ചെയ്യാം, കറണ്ട് പ്രോഫിറ്റ് നിന്ന് പേ ചെയ്യാം, അല്ലെങ്കിൽ പാസ്റ്റ് റീറ്റേൺ ഏർണിങ്സ്, കഴിഞ്ഞ വർഷം എന്തെങ്കിലും റീറ്റേൺ ഏർണിങ്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രീ റിസോഴ്സ്, പ്രത്യേകിച്ച് ലീഗൽ ഒബ്ലിഗേഷനും ഇല്ലാത്ത ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഡെവലപ്മെൻറ്റ് മാറ്റി വെച്ച ഫ്രീ റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതാണ് നമ്മുടെ ലീഗൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാക്സ് കൺസിഡറേഷൻ, അതായത് നമ്മുടെ ടാക്സേഷൻ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ടാക്സേഷൻ പോളിസി എഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഡിവിഡൻസ് ആർ ടാക്സ്ഡ് ഹെവിലി, നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവിഡൻറ്റിന് ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കേണ്ടി വരുമെങ്കിൽ പ്രിഫർ ബൈബാക്സ് ഓർ റിട്ടൻഷൻ ഓഫ് ദ സ്ട്രാറ്റജി. അതായത് അപ്പോൾ അത്തരം കമ്പനി, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഡിവിഡൻഡ് ടാക്സ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 30% ഡിവിഡൻഡ് ടാക്സ് അടയ്ക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് കൊടുക്കില്ല, പകരം ആ എമൗണ്ട് റീറ്റൈൻ ചെയ്യും. ഇനി തിരിച്ച് നമ്മുടെ ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് കുറവാണ്, അല്ലെങ്കിൽ വളരെ ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിവിഡൻഡ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് കമ്പനി വിത്ത് ഈസി ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റിൽ എക്സ്റ്റേണൽ ഫിനാൻസ് മേ ബി പേ ഹയർ ഡിവിഡൻഡ്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് വിത്ത് ഈസി ആക്സസ് ടു എക്സ്റ്റേണൽ ഫിനാൻസ്, ഒരു കമ്പനിക്ക് പെട്ടെന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇക്വിറ്റി എടുത്ത് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. കമ്പനിക്ക് എപ്പോൾ ഫണ്ട് ആവശ്യമുണ്ടോ ആ സമയത്തെല്ലാം കമ്പനിക്ക് എമൗണ്ട് കളക്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹയർ ഡിവിഡൻഡ് പേ ഔട്ട് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഇപ്പോൾ ഫേമിന് പെട്ടെന്ന് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്യൂച്ചറിലൊരു എമൗണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം കമ്പനി എന്ത് ചെയ്യണം, ഡിവിഡൻഡ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. സോ അപ്പം ഏതൊരു കമ്പനിക്കാണോ മാർക്കറ്റിൽ ആക്സസ് കൂടുതലുള്ളത് അത്തരം കമ്പനി എന്ത് ചെയ്യണം, നല്ല ഒരു ഫ്രീ ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഒരു ഹയർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റിലോട്ട് ലിമിറ്റഡ് ആക്സസേ ഉള്ളെങ്കിൽ അവർ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ എക്സ്പാൻഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് റൈസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. അതായത് നമ്മളൊരു ഫണ്ട് ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർസ് നമ്മൾ റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് റൈസ് ചെയ്യുന്നു, അങ്ങനെ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഫണ്ട് റൈസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, നമ്മുടെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അതായത് ഇഫ് ദ കോസ്റ്റ് ഓഫ് റൈസിങ് ഫണ്ട് ഈസ് ഹൈ, നമ്മൾ റൈസ് ചെയ്യുന്ന ഫണ്ടിൻ്റെ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ദ കമ്പനി മേ റീറ്റൈൻ ദ ഏർണിങ്സ്
ഇൻസ്റ്റഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് ദം. നമ്മളത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് പകരം ആ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇൻറ്റേർണൽ ഫിനാൻസിങ് ഈസ് ഓഫൺ ചീപ്പർ ദാൻ ദ എക്സ്റ്റേണൽ ഫിനാൻസ്. നമ്മൾ നമ്മുടെ സ്വന്തം ഫണ്ട് എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, എവിടെ നിന്ന് ഫണ്ട് എടുക്കുന്നേക്കാളും പുറത്തുനിന്ന് ഫണ്ട് എടുക്കുന്നേക്കാളും. നെക്സ്റ്റ്, കൺട്രോൾ കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ ഇഷ്യൂയിങ് ന്യൂ ഇക്വിറ്റി ഷെയർസ് ടു റൈസ് ഫണ്ട്. അപ്പോൾ നമുക്കൊരു ഫണ്ടിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പും കൺട്രോൾ എന്ത് ചെയ്യും, പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് അവർ ഫണ്ടിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യില്ല, പകരം ആ എമൗണ്ട് മുഴുവൻ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. മനസ്സിലായി എങ്ങനെയാണെന്ന്? അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിക്ക് ഫ്യൂച്ചറിൽ 50,000 ആവശ്യമുണ്ട്. ഈ 50,000 രൂപ എനിക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്ത് എന്താ പ്രോബ്ലം എന്ന് പറയുന്നത്, അത്രയും ഷെയർ ഹോൾഡേഴ്സും കൂടെ എൻ്റെ ബിസിനസ്സിലോട്ട് വരും. അപ്പോൾ എൻ്റെ കൺട്രോൾ എന്ത് ചെയ്യും, പോവും. കാര്യം നേരത്തെ 30% വോട്ടിംഗ് റേറ്റ് ഉണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് വരുമ്പോൾ എന്ത് ചെയ്യും, പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് റേറ്റ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അങ്ങനെ അത്തരം ഒരു കൺസേൺ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ്. ഇനി ഇൻഫ്ലേഷൻ, അടുത്ത പോയിന്റ് ഇൻഫ്ലേഷൻ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, കമ്പനി റീറ്റെയിൻ മോർ പ്രോഫിറ്റ് ടു മെയിൻറ്റെയിൻ ദെയർ ക്യാപിറ്റൽ ബേസ്. അപ്പം നമ്മുടെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എല്ലായിടത്തും വില കൂടുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റെല്ലാം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യും. എന്താ ഒരു അൺസർട്ടനിറ്റി ഇൻ ദ ടൈംസ് ഓഫ് എക്കണോമിക് അൺസർട്ടനിറ്റി ഓർ റിസഷൻ വരുമ്പോൾ ഫേം മേ റെഡ്യൂസ് ഓർ സസ്പെൻഡ് ഡിവിഡൻഡ്. അതായത് ഒരു അൺസർട്ടനിറ്റി വരികയാണ്, എക്കണോമിക്കൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു റിസഷൻ വരുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യില്ല, നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കത്തില്ല. ആ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. ഈ 2-3 ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്ന്, പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി. നമ്മുടെ പാസ്റ്റ് ഡിവിഡൻഡ് പോളിസി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കമ്പനി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് പോളിസി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ എമൗണ്ടിൽ റെഗുലറായിട്ടുള്ള ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ, ഡിവിഡൻഡ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കമ്പനീസ് യൂഷ്വലി ഫോളോ എ കൺസിസ്റ്റൻറ്റ് പോളിസി ഡ്യൂ ടു റെപ്യൂട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മളൊരു 10 വർഷമായിട്ട് റെഗുലർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി അവരെന്ത് ചെയ്യും, ആ റെഗുലർ ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഷെയർസ് വിറ്റിട്ട് പോവും, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻറ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സഡൻ ചേഞ്ചസ് ഇൻ ദ ഡിവിഡൻഡ് ക്യാൻ സെൻഡ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിഗ്നൽ ടു ദ മാർക്കറ്റ്. നമ്മൾ ഡിവിഡൻഡിൽ സ്റ്റോപ്പ് വരുത്തി കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, കോൺട്രാക്ച്വൽ റെസ്ട്രിക്ഷൻസ്. അതായത് ലെൻഡേഴ്സ് മേ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദ ലോൺ കോവനൻസ്. അതായത് നമ്മൾ ഏതെങ്കിലും ലോൺ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പം അവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കും, ഇനി ഇത്ര വർഷത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല എന്ന് എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യും, പറഞ്ഞിരിക്കും. സോ ആ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ലെൻഡേഴ്സിൻ്റെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് റീറ്റെയിൻ ചെയ്യുകയോ ചെയ്യാവോ, ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പാടില്ല.